ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ മുപ്പാലത്തിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു 2 പിള്ളേർ ഇത് ഇങ്ങനെ ജേഴ്സി ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചു നോക്കാം എന്താ സംഭവം, എങ്ങനെയാണ് അതിൻ്റെ ഇൻസ്റ്റയുടെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റ വഴി സെല് ചെയ്യുന്ന ഒക്കെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം എന്താ സംഭവം. നമ്മള് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താണ് സംരംഭം. ക്ലബ് ജേഴ്സീസ് ജേഴ്സീസ് ഒക്കെ ബഡ്ജറ്റ് റേറ്റില് നല്ല ക്വാളിറ്റി ഐറ്റംസ്. നമുക്ക് അധികം കോസ്റ്റ് എക്സ്ട്രാ വരാത്തത് കൊണ്ട് നമ്മൾ റേറ്റ് കുറച്ച്. അതെ. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ അതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയൊക്കെയാണ്? നമ്മളിപ്പോ 300 മുതൽ ഇപ്പൊ കറന്റ് സ്റ്റാർട്ടിംഗ് ആണ്, 250 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. പിള്ളേരുടെ നമ്മളിപ്പോ കൊടുക്കുന്നത് 250 ആ റേഞ്ചിലാണ്. നമ്മുടെ മെറ്റീരിയലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ. എത്ര നോർമൽ പോളിസ്റ്റർ അല്ല, നല്ല മെറ്റീരിയലാണ്. ഹണികോം മെറ്റീരിയലാണ്. ചൂടെടുക്കത്തില്ല അധികം കൂടുതൽ. നമ്മളാണ് ഇട്ടിരിക്കുന്ന ആ ടൈപ്പ് മെറ്റീരിയൽ. നല്ല ലൂസായിട്ട് കംഫർട്ടായിട്ട് അതിനെപ്പോലെ വണ്ണുള്ളവർക്ക് ഇടുന്നത് എല്ലാവർക്കും. അപ്പൊ എത്ര സൈസ് വരെയാ ഉള്ളത്? നമുക്കിപ്പം സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ വരുന്നുണ്ട്. കറന്റ് സ്മോൾ കുറച്ച് കുറവാണ്, എല്ലാം പോയി. മീഡിയം പോലും ഇപ്പൊ ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ നമ്മുടെ റെഗുലർ ടൈപ്പ് ആണ്. റെഗുലർ ടൈപ്പ് ഉണ്ട്, ലൂസ് ഫിറ്റ് ഉണ്ട്, 5 സ്ലീവ് ലൂസ് ഫിറ്റ്. അപ്പൊ എങ്ങനെയാ ഈ സ്പോർട്സ്മെൻസ് അത് ശരിക്കും സ്പോർട്ട് എന്നാണ്. പ്രൊനൗൺസിയേഷൻ സ്പോർട്ട് എന്നാണ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ കാര്യം? അത് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെ ഇട്ടാണ് ഇതിന്റെ പാർട്ട്ണറായിട്ട്. അപ്പൊ 3 പേര് ചേർന്നാണ് എല്ലാം ഒരു 23-25 വയസ്സുള്ളവർ ചേർന്ന് നമ്മളെ ആ ഒരു റേഞ്ച്. എനിക്കിപ്പോ 27 വയസ്സുണ്ട്. ആ ഒരു റേഞ്ച് നമ്മളെ ഫ്രണ്ട്സ് തന്നെ 3 പേരെ ചേർന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ പ്രായം പറയത്തില്ല. അപ്പൊ 27 വയസ്സുള്ള 3-4 ചേർന്നൊരു സ്റ്റാർട്ടപ്പാണ്. അപ്പൊ എന്നാ തുടങ്ങിയത്? നമ്മളിപ്പോ ഒരു 3-3.5 മാസമായി. റെഗുലറായിട്ട് എല്ലാ ദിവസവും വൈകിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ ബാക്കി ജോലിയുള്ളവരാണ്. ജോലി കഴിഞ്ഞതിന് ശേഷം ഒരു 7-7:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ 11 മണി വരെ. തിരക്കുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 11:30-12 മണി വരെ, അല്ലാത്ത ദിവസം 11 മണി വരെ. 12 മണി വരെ കാണും അല്ലേ? അപ്പൊ എത്ര മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും? 3 മണി. 7 മണി വൈകിട്ട്. ഇതിപ്പോ സൺഡേ വേൾഡ് കപ്പിന്റെ തലേദിവസം കൂടെ ആയതുകൊണ്ട് നമ്മൾ രാവിലെ ഫുൾ കറന്റ് നമുക്ക് ഇവിടെ ഇപ്പൊ ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് സാധനം പോയായിരുന്നു. നമ്മള് അതേപോലുള്ള ഇത് കഴിഞ്ഞിട്ടും അതേപോലെ പരിപാടി നടക്കണമെന്നുണ്ടെങ്കിൽ സൺഡേസിൽ റീച്ച് ചെയ്യണമെങ്കിൽ മാക്സിമം 7 മണി തൊട്ടാണ്. നിങ്ങൾ ഇപ്പൊ നൈറ്റാണ് നിൽക്കുന്നത്. അപ്പൊ സൺഡേസിൽ ഹോളിഡേസിൽ നമ്മൾ ഫുൾ ഡേ പറ്റുമെങ്കിൽ ഫൈനൽ ആയതുകൊണ്ട് മാത്രം ഇന്ന് ഫുൾ ഡേ വന്നതാണ്. നമുക്ക് അത്യാവശ്യം സാധനമൊക്കെ തീരാറായി. അർജന്റീനയുടെ കുറച്ച് കിടപ്പുള്ളൂ, പിന്നെ ക്ലബ് ജേഴ്സീസും ഉണ്ട് അത്യാവശ്യം. അപ്പൊ നിങ്ങൾ ഈ ത്രിഫ്റ്റ് ഐറ്റംസ് ഒന്നും ഇല്ല, ഇത് മാത്രം? അപ്പൊ കഴിഞ്ഞപ്പോ അടുത്ത് എന്തായിരിക്കും? ഇത് തന്നെ നമ്മൾ ക്ലബ് ജേഴ്സീസ് വെച്ചിട്ട് ഇല്ല. അപ്പൊ കടയായിട്ട് ഭാവിയില് നോക്കിയിട്ട് അതിനനുസരിച്ച്. ശരി. അപ്പൊ ഇപ്പൊ നമ്മള് തുടക്കത്തില് തന്നെ കട അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് ജാസ്തിയാവും. അപ്പൊ പരിപാടി നടന്നില്ലെങ്കിൽ നമുക്ക് അത് ലോസ് വരും. ഇപ്പൊ നമുക്ക് വലിയ ലോസ് വരുന്നില്ല, ഉള്ളതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് എവിടെയാണ് സ്ഥലം ഒന്ന് പ്രോപ്പറായിട്ട് കാണാൻ? നമ്മൾ ചിലപ്പം ആലപ്പുഴയിലുള്ളവരും കായംകുളത്തുള്ളവരും കൊല്ലത്തുള്ളവരൊക്കെ കാണും. അപ്പൊ എന്റെ കസ്റ്റമേഴ്സ്, ഞാൻ ഇത് എന്റെ പല വീഡിയോയിലും ഞാൻ പറയാൻ പോകുന്ന കാര്യം, അത് എന്റെ വീഡിയോസ് കൂടുതലും 2000-3000 റീച്ചൊക്കെ വരുന്നുള്ളൂ. പക്ഷെ എനിക്കറിയാൻ കഴിഞ്ഞ കാര്യം വെച്ചാൽ എന്റെ എഫേർട്ട് കാണുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ ഈ 1000 പേരിൽ തന്നെ കുറച്ച് പേരൊക്കെ കടയിൽ വന്ന് സ്ഥിരം മേടിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നു. അപ്പോൾ നിങ്ങളെ പോലുള്ളവർക്ക് അതൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ അങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ പരമാവധി മാക്സിമം നല്ല സാധനങ്ങൾ ഇതുപോലെ കുറഞ്ഞ റേറ്റിൽ കൊടുത്ത കൂടുതൽ ആൾക്കാർ. അപ്പൊ ഞാൻ എല്ലാവരോടും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ എൻ്റെ എയിം എന്താണെന്ന് മനസ്സിലായിട്ടുള്ള എൻ്റെ വ്യൂവേഴ്സിനോട് പറയുന്ന വളരെ നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്, എന്നെ ഇതിലും സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനൊരു കടയിൽ ചെന്നിട്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് 2 പേര് വന്നു 3 പേര് വന്നു എന്ന് പറയുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് ആ ഒരു സന്തോഷത്തിന്റെ പുറത്താണ്. അല്ലാതെ എനിക്ക് ഇതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് എനിക്ക് പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല, ഞാൻ മേടിക്കത്തും ഇല്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സന്തോഷത്തിന്റെ പുറത്താണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളോട് എങ്ങനെ റീച്ച് ഔട്ട് ചെയ്യുമെന്ന് പറയാമോ? നമ്മുടെ സ്പോട്ട് വരുന്നത് കറക്റ്റ് മുപ്പാലത്തിന്റെ അവിടെ നിന്ന് നമ്മള് കാഞ്ഞാരഞ്ചിറ അങ്ങോട്ട് പോകുന്നതിന്റെ 2 കോർണറിൽ ഏതൊരു കോർണറിലാണ് നമ്മളുള്ളത്. മുപ്പാലത്തിൽ നിന്ന് കാഞ്ഞാരഞ്ചിറോട്ട് പോകുന്ന ആ ഒരു കോർണറിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ വെയിലായത് കാരണം മരത്തിനടിയിൽ നിൽക്കുന്നത് ആ ഒരു കോർണറിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവര് ടൈമിംഗ് വരുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ഒരു 7-7:30 മുതൽ 11 മണി വരെ. രാത്രി 7-7:30 മുതൽ രാത്രി 11 വരെ ഉണ്ട്. സൺഡേസിലാണെങ്കിൽ നമ്മൾ വൈകിട്ട് ഒരു 4 മണി 3 മണി ആ ഒരു ടൈമിൽ വരാറുള്ളതാണ്. പിന്നെ ഇന്നിപ്പോ വേൾഡ് കപ്പിന്റെ ഞാൻ പറഞ്ഞ തലേ ദിവസം ആയതുകൊണ്ട് നേരത്തെ രാവിലെ മുതൽ നമ്മളിവിടെ എത്തുന്നത്.
അപ്പൊ ഇതൊരു ആലപ്പുഴ മുപ്പാലം വരെ വരുവാണെങ്കിൽ ജസ്റ്റ് ഈ ഷോപ്പുകളെ നമുക്ക് കൺസൾട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. സ്പോട്ട് തന്നെ സ്പോട്ട് ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഐറ്റംസ് ഒക്കെ അതിനകത്ത് അപ്ഡേറ്റ് ആവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് റീച്ച് ഔട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇൻ കേസ് ഇവരെ കണ്ടില്ലെന്നുണ്ടെങ്കിലും ഇവരെ ഇൻസ്റ്റാഗ്രാം മുഖാന്തരമാണെങ്കിലും റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ സപ്പോർട്ട് ചെയ്യാം മാക്സിമം. ചെറുപ്പക്കാരെ ഇതുപോലുള്ള സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അവർക്ക് ഇപ്പൊ നമ്മൾ പറയുന്ന ഈ പോലെ നല്ലൊരു ഇനിഷ്യൽ എമൗണ്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളൊക്കെ ഇവർ ചെറുതായിട്ട് തുടങ്ങും. മാക്സിമം ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.